അപ്പോൾ കാശ് കൊടുത്ത് നമ്മൾ ലൈസൻസ് ഉള്ള വേർഷൻ വാങ്ങി ഈ കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി നമ്മളുടെ സേവനങ്ങൾ അവരിൽ വിശ്വാസം അർപ്പിച്ച് നമ്മൾ കൊടുക്കുന്നു. വളരെ പെട്ടെന്ന് നമ്മൾ കൃത്യമായി ഫീസ് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി നമ്മളെ പറ്റിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇതൊരു സാങ്കേതിക തകരാറെന്ന് പറയുന്നു. അവിടെയാണ് ദാമോദർ പ്രസാദ് പറഞ്ഞ ചോദ്യമുള്ളത്. ഇതിൽ ഈ കോർപ്പറേറ്റ് ലോകത്തിൻ്റെ ഏകാധിപത്യം ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്ന ഒരു മൊണോപ്പൊളിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ മൊണോപ്പൊളി ക്യാപിറ്റലിസത്തിന്, ഈ മുതലാളിത്തത്തിന്, ഈ ടെക്നോക്രാറ്റിക് ഇമ്പീരിയലിസത്തിന് ഒക്കെ ഏൽക്കുന്ന വലിയ ആഘാതമായിട്ടാണോ നമ്മളതിനെ കണക്കാക്കേണ്ടത്? കാര്യം ഇത് ലിനക്സിലോ കുറച്ചുകൂടി വേറൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് കമ്പനി iOS-നൊന്നും ഇത് ബാധകമല്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? ഇത് ഇത്തരം ഈ ഫാൽക്കൺ സ്യൂട്ട് പോലെയുള്ള ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയറുകൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നു എന്നുള്ളതിനെ ലഘുവായി കാണാൻ കഴിയുമോ? ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ 2 മണിക്കൂർ കൊണ്ട് 13% ഓഹരി ഇടിഞ്ഞു ഈ ക്രൗഡ് സ്ട്രൈക്കിൻ്റെ. എന്നോടാണോ ചോദ്യം? ഞാൻ ദാമോദർ പ്രസാദിനോട്. അതല്ല, നേരത്തെ അരുൺ ചോദിച്ച പ്രശ്നം ആഴം അത്രയധികം ആഴം തന്നെയാണ്. നമ്മൾ അതിലേക്ക് പോയില്ലെങ്കിൽ ആ വിഷയത്തിന്റെ നമ്മൾ പരാമർശപ്പെടാതെ പോരുന്നത് ശരിയല്ല. കാര്യം വലിയ തോതിൽ ആഴം ഉണ്ട് ഇതിന്റെ അകത്ത്. കാരണം നമ്മളിത് ഇതിന്റെ അകത്ത് ഒരു ഭാവിയും കൂടി കാണാൻ പറ്റും. ഇപ്പൊ ആദ്യം ഇത് വന്ന സമയത്ത് നമ്മുടെ പണ്ട് ആലുവയില് ഈ ചെറിയ ബോംബ് സ്ഫോടനപ്പോഴും ആൾക്കാർ ഊഹാപോഹങ്ങൾ എത്തിയ പോലെ ഇത് ടെററിസ്റ്റ് അറ്റാക്കുന്ന ഉടനെ ഇതിനെത്തി. ഒരു കോർപ്പറേറ്റ് കമ്പനി നടത്തിയ തോന്നിയാസിന് ഉടനെ ആദ്യത്തെ പ്രതികരണം ടെററിസ്റ്റ് അറ്റാക്ക്. അതാണ് എളുപ്പത്തിൽ പറയാവുന്ന കാര്യം. സത്യത്തിൽ അപ്പോൾ ഇത് നമ്മൾ ഇതൊക്കെ പുനർവിചിന്തനം ചെയ്യാനുള്ള അവസരം കൂടിയാണ്. ഇതുപോലുള്ള അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഇൻസൈഡാണ് ഉണ്ടായിരുന്നത്. അതായത് ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ കൃത്യവിലോപത്തിന്റെ റിസൾട്ടാണത്. അപ്പൊ ഇതിന്റെ ആഴം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി വലിയ രൂക്ഷമായി. ഇത് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഗ്ലോബൽ ഇന്റഗ്രേറ്റഡ് ഇക്കോണമി, അതിന്റെ റിപ്പിൾസ്, അതിന്റെ പലതരത്തിലുള്ള റിപ്പിൾ എഫക്റ്റുകൾ ഉണ്ടാവും. ഇതുപോലെ ഇന്നിപ്പോ യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉണ്ടായ നഷ്ടങ്ങൾ, സമയനഷ്ടത്തിനൊക്കെ ആര് അക്കൗണ്ടബിൾ ആവും? മൈക്രോസോഫ്റ്റ് അക്കൗണ്ടബിൾ ആവോ? ക്രൗഡ് സ്ട്രൈക്ക് അക്കൗണ്ടബിൾ ആവോ? ഏത് തരത്തിൽ നമ്മൾ എവിടെയാണ് അത് അപ്രോച്ച് ചെയ്യുക അക്കൗണ്ടബിൾ ആവാൻ? കാര്യം ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണ്? മൈക്രോസോഫ്റ്റിന്റെ കേസ് കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ ഈ ഡൽഹിയിൽ ഇത് ബാധിച്ച ആളെങ്ങനെ പോയി, നിങ്ങൾ എങ്ങനെ ഇവർക്കെതിരെ കേസ് കൊടുക്കുക? കാര്യം നിങ്ങൾ ഉണ്ടായ നഷ്ടം ചില്ലറയല്ല. കാര്യം നിങ്ങൾ ചാനൽ ലൈവായി നടത്തിക്കൊണ്ട് ചാനൽ പെട്ടെന്നാണ് അതിന് ആകാതെ നിൽക്കുന്നത്. നിങ്ങൾ ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ വലിയ ഒരു ആഴുണ്ട് അക്കൗണ്ടിൽ. അപ്പൊ നമ്മൾ കാണുന്ന കാര്യം ഈ കോർപ്പറേറ്റ് ഇത് മുമ്പ് ഞാൻ ഇന്ന് വാർത്തകളുടെ കൂട്ടത്തിൽ എവിടെ പഴയ സ്റ്റീവ് ജോബ്സിനെ കുറിച്ച്, മൈക്രോസോഫ്റ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യം കോട്ട് ചെയ്യുന്ന കണ്ടു. കാര്യം മൂന്നാംകട ഉൽപ്പന്നങ്ങളാണ്, ഈ മൂന്നാംകട സാധനങ്ങളാണ് മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്ന കുറിച്ച് സ്റ്റീവ് ജോബ്സിന് വിമർശനം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു മൂന്നാംകട പദ്ധതികളായിട്ടാണ് വലിയ തോതിൽ ചൂഷണമായിട്ട് ഈ കോർപ്പറേറ്റുകൾ ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ മുമ്പിൽ യാഥാർത്ഥ്യമാണ്. മൈക്രോസോഫ്റ്റിനെ പോലെ കോർപ്പറേറ്റ് ഇത് ആദ്യമായിട്ടല്ല, ഇതുപോലെ ചൂഷണത്തിന്റെ രീതികളും ഇതുപോലെ രീതിയിൽ അവലംബിക്കുകയും ഇതിനു മുമ്പിൽ പ്രസിദ്ധപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദാമോദർ പ്രസാദ്.